തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലത്ത് ഇപ്പോൾ അവിടെ എന്ത് പ്രവർത്തിക്കുന്നു? ഉത്തരം മക്ക ലൈബ്രറി. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ്? ഉത്തരം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാകുന്നു. ഏത് പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം അറിയപ്പെടുന്നത്? ഉത്തരം ആമുൽ ഫീൽ, ആനക്കലഹ വർഷം. ഏത് സമയത്തോടടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? ഉത്തരം സുബഹിയോടടുത്ത സമയം. ആരാണ് ആമിന ബീവിക്ക് പ്രസവ ശുശ്രൂഷ നൽകിയത്? ഉത്തരം ഔഫിന്റെ മകൾ ഷിഫാ. എത്ര സ്ത്രീകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുലയൂട്ടി? ഉത്തരം 10 സ്ത്രീകൾ. ആരാണ് ഹലീമ ബീവിയുടെ ഭർത്താവ്? ഉത്തരം ഹാരിസ് ബിൻ അബ്ദിൽ ഉസ്സ. എന്താണ് ഹലീമ ബീവിയുടെ അപരനാമം? ഉത്തരം ഉമ്മു കബ്ഷ. ആരാണ് ഹലീമ ബീവിയുടെ പിതാവ്? ഉത്തരം അബി ദുഐബ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ ബീവി എത്ര വയസ്സുവരെ പരിചരിച്ചു? ഉത്തരം 4 വയസ്സുവരെ. തന്റെ മകനെയും കൂട്ടി 6-ാം വയസ്സിൽ ആമിന ബീവി എങ്ങോട്ടാണ് പുറപ്പെട്ടത്? ഉത്തരം ഭർത്താവ് അബ്ദുള്ളയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ ഖബറിടം എവിടെ? ഉത്തരം മദീനയിലെ അന്നാബിഖത്തുൽ ജിഅദിയുടെ വീട്ടിൽ. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ ജോലി? ഉത്തരം കച്ചവടം. എത്ര ദൂര അകലത്താണ് അബവ എന്ന സ്ഥലം മദീനയിൽ നിന്നും സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 23 നാഴിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിൽ മാതാവ് മരണപ്പെട്ടു? ഉത്തരം 6 വയസ്സിൽ. മാതാവിന്റെ മരണശേഷാന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ആരാണ് ഏറ്റെടുത്തത്? ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഏക കന്യക ആരായിരുന്നു? ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഏക അടിമ ആരാണ്? ഉത്തരം മാരിയത്തുൽ കിബ്തിയ റളിയല്ലാഹു അൻഹ.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം കൊണ്ട് വധിക്കപ്പെട്ട ഏക മനുഷ്യൻ. ഉത്തരം ഉബയ്യ് ഇബ്നു ഖലഫ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിമാരിൽ മുസ്ലിമായ ഏക വനിത ആരാണ്? ഉത്തരം സഫിയ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നിസ്കരിച്ച ഏക ഭാര്യ ആരാണ്? ഉത്തരം സൈനബ ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളുടെ മുൻ ഭർത്താവിന്റെ നാമം ഖുർആനിലുണ്ട്. ഏതാണത്? ഉത്തരം സയ്യിദ് റളിയല്ലാഹു അൻഹു. ആരാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യ? ഉത്തരം സൗദ റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ജീവിച്ചിരുന്ന ഏക സന്താനം? ഉത്തരം ഫാത്തിമ റളിയല്ലാഹു അൻഹ. ജൂത സ്ത്രീയുടെ സത്കാരത്തിൽ ഇറച്ചിയിൽ നിന്ന് വിഷദം ക്ഷണമേറ്റ് മരണപ്പെട്ട സ്വഹാബി ആര്? ഉത്തരം ബറാ ഇബ്നു മഅ്റൂർ റളിയല്ലാഹു അൻഹു. പ്രവാചക ചരിത്രത്തിൽ രചന നടത്തിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം അബ്ബാബ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചത്? ഉത്തരം ഖാസിം റളിയല്ലാഹു അൻഹു. ആരാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന് ശേഷം ആദ്യമായി കുടുംബസമേതം പലായനം ചെയ്തത്? ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺകുട്ടികളിൽ ആദ്യം ജനിച്ചത്? ഉത്തരം സൈനബ് റളിയല്ലാഹു അൻഹ. ഏത് വ്യക്തിയാണ് ഇസ്ലാമിക പ്രബോധനത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചത്? ഉത്തരം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പറഞ്ഞയച്ചു. ആരാണ് മുഹാജിറുകളിൽ നിന്നും മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി? ഉത്തരം ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. ഏത് വ്യക്തിയെ ആണ് ജന്നത്തുൽ ബഖീഇൽ ആദ്യം മറവ് ചെയ്യപ്പെട്ടത്? ഉത്തരം ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി ഷാഇറുൽ റസൂലില്ലാഹ് പേരിൽ അറിയപ്പെട്ടത് ആര്? ഉത്തരം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഏത് കവിക്കാണ് പ്രശംസിച്ച് കവിത ആലപിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുതപ്പ് സമ്മാനിച്ചത്? ഉത്തരം കഅബ് ഇബ്നു സുഹൈൽ റളിയല്ലാഹു അൻഹു. ഇമാം ബസ്രിയുടെ ജനന വർഷം ഏതാണ്? ഉത്തരം ഹിജറ 608. എന്താണ് ബുർദ എന്ന പേരിന്റെ അടിസ്ഥാനം? ഉത്തരം രോഗശമനം എന്നർത്ഥമുള്ള
ബുർദ എന്ന അറബി പദം. ഏത് കാവ്യമാണ് ഖസീദത്തുൽ ബുർദയുടെ ശൈലിയിൽ ഷൗക്കി രചിച്ചത്? ഉത്തരം നഹ്ജുൽ ബുർദ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ ആരുടെ നെഞ്ചിലേക്കാണ് ചാരി കിടത്തിയത്? ഉത്തരം അലി റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ വെള്ളമൊഴിച്ചു കൊടുത്തത് ആര് വഫാത്തിന്റെ സമയത്ത്? ഉത്തരം ഉസാമത്തുബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്ത് എന്തായിരുന്നു? ഉത്തരം നിസ്കാരത്തെക്കുറിച്ചും ആശ്രിതരെക്കുറിച്ചുമായിരുന്നു. ഏതൊക്കെ ആണ് ഹജ്ജത്തുൽ വിദാഇന്റെ മറ്റു പേരുകൾ? ഉത്തരം ഹജ്ജത്തുൽ തമാം, ഹജ്ജത്തുൽ ഇസ്ലാം, ഹജ്ജത്തുൽ ബലാഗ്. എന്നാണ് ഹജ്ജത്തുൽ വിദാഇന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്? ഉത്തരം ഹിജ്റ 10-ാം വർഷം ദുൽഖഅദ 24 ശനിയാഴ്ച ളുഹർ നിസ്കാരത്തിന് ശേഷം. ആരെയാണ് ഹജ്ജത്തുൽ വിദാഇന് പുറപ്പെടുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തന്റെ പ്രതിനിധിയാക്കിയത്? ഉത്തരം അബൂ ദുജാന അസാഇദി റളിയല്ലാഹു അൻഹുവിനെ. ഹജ്ജത്തുൽ വിദാഇലെ അറഫ സംഗമം നടന്നത് എന്നാണ്? ഉത്തരം വെള്ളിയാഴ്ച ദിവസം. അറഫ സംഗമം വെള്ളിയാഴ്ചയായി വരുന്ന ഹജ്ജിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഹജ്ജുൽ അക്ബർ. അറഫ ദിവസം വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ജുമുഅ നിസ്കരിച്ചില്ല. കാരണം എന്ത്? ഉത്തരം യാത്രക്കാരായതിനാൽ ളുഹറും അസറും ജംആക്കി നിസ്കരിച്ചു. ഇസ്ലാം മതസംഹിതകൾ പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹു ആയത്ത് ഇറക്കിയത് എവിടെയാണ്? ഉത്തരം അറഫയിൽ. ആരാണ് മിനായിൽ ജംറകളിൽ എറിയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കല്ല് പറക്കി കൊടുത്തത്? ഉത്തരം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിച്ച ശൈലി എങ്ങനെയായിരുന്നു? ഉത്തരം ധരിക്കുമ്പോൾ വലത് കാലും അഴിക്കുമ്പോൾ ഇടത് കാലും മുന്തിച്ചിരുന്നു. എത്ര മോതിരങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്? ഉത്തരം 2 മോതിരങ്ങൾ. എന്ത് മുദ്രയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരത്തിൽ ചെയ്തിരുന്നത്? ഉത്തരം മുഹമ്മദ് റസൂലുള്ളാഹി. ആരൊക്കെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മോതിരം ഉപയോഗിച്ചിരുന്നത്? ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. എവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരം നഷ്ടപ്പെട്ടത്? ഉത്തരം ബിഇർ അരീസിൽ. ആരുടെ കാലത്താണ് മോതിരം നഷ്ടമാകുന്നത്?
ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരം ഏതു വിരലിലാണ് ധരിച്ചിരുന്നത്? ഉത്തരം ചെറുവിരലിൽ. അംബിയ മുർസലുകളിൽ നിന്നുണ്ടാകുന്ന അമാനുഷിക കഴിവിന്റെ പേര്? ഉത്തരം മുഅ്ജിസത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എത്ര ഭരണാധികാരികൾക്ക് കത്തയച്ചിട്ടുണ്ട്? ഉത്തരം 10-ലധികം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശം ഏതാണ്? ഉത്തരം അറബി. സംസം കിണർ പുനരുദ്ധരിച്ച സമയത്ത് അബ്ദുൽ മുത്തലിബിന് എത്ര മക്കളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഒരാൾ. അടുത്തത് കുറച്ച് ബോണസ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. ചോദ്യം: എത്ര വയസ്സിന് മൂത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹംസ റളിയല്ലാഹു അൻഹുവും തമ്മിൽ? അടുത്ത ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എത്ര വയസ്സ് കൂടുതലാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന് ഉള്ളത്? ആരുടെ അടിമ സ്ത്രീ ആയിരുന്നു സുവൈബ? അറബികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗോത്രം ഏതാണ്?